ഖുർആനിന്റെ അഹ്ലുകാരിൽ ഞങ്ങളെ പെടുത്തണേ നാഥാ. ഈ ആയത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഹൃദയം നീ പ്രകാശിപ്പിക്കണേ അല്ലാ. ഞങ്ങളുടെ ജീവിതം പ്രകാശിപ്പിക്കണേ അല്ലാ. മരിച്ചു കിടക്കുമ്പോ ഞങ്ങളുടെ മുഖത്ത് പ്രകാശം തരണേ അല്ലാ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് പറഞ്ഞു കൊടുത്ത്, നബിയെ ശബ്ദം കേട്ടത് എന്തെന്നറിയോ? ഒരു മലക്ക് വന്നിട്ട് അതാ ഒരു കവാടം തുറന്നു. ആകാശത്ത് നിന്നൊരു കവാടം തുറന്നിട്ട് ഒരു മലക്ക് സലാം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇന്ന് വരെ അങ്ങയുടെ മുമ്പുള്ള ഒരു പ്രവാചകന്മാർക്കും കൊടുക്കാത്ത ഒരു സമ്മാനം, രണ്ടായത്തുകൾ. എന്നിട്ടത് പറഞ്ഞു, സന്തോഷ വാർത്ത അറിയിച്ചിരിക്കുന്നു. ഈ രണ്ടായത്തുകൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ മുറുകെ പിടിക്കൂ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാ, ഇത് നിങ്ങളുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കണേ. എല്ലാ ദിവസവും ഓതുന്നവരാണ് ഇത്. ഓരോ ദിവസവും മറക്കാതെ ഈ ഇരിക്കുന്ന സർവരും ഓതുന്നവരാണ്. പക്ഷേ ഇന്നു മുതൽ ഓതുമ്പോ ഈ മഹത്വം കൂടെ മനസ്സിലാക്കിയിട്ട് വേണം ഓതാ. അല്ലാഹു നിങ്ങൾക്ക് അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഓതൂല്ലേ? നിങ്ങൾ എല്ലാവരും ഓതണ തന്നെ, ഓതാത്തൊന്നുമല്ല. എല്ലാ ദിവസവും ഇന്നൊരു 10 വട്ടമെങ്കിലും ഓതിയിട്ടുണ്ടാവും. ഇന്നൊരു 10 പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഓതിയിട്ടുള്ളതാണ് ഈ അധ്യായം. പക്ഷേ ഇനി ഓതുമ്പോ ഇതുകൂടെ മനസ്സിലാക്കിയിട്ട് ഓതണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഓതൂല്ലേ? ഉറക്ക ഇൻഷാ അല്ലാഹ്. എന്തേ പ്രതിഫലം? എന്തേ പ്രതിഫലം? സ്വർഗം വേണോ? സ്വർഗം വേണോ? വേണോ വേണ്ടേ? വേണം. ഈ ഒറ്റ ആയത്ത് പിടിച്ചോ. ഈ ആയത്ത് മുറുകെ പിടിക്ക് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ. ഏതാണ് ഈ ആയത്ത്? ഏതാ? അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗമുൻ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. ആയത്തുൽ കുർസിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ പ്രവാചകന്റെ മുന്നിൽ ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് പറഞ്ഞു കൊടുക്കുകയാണ്,